നമസ്കാരം. ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഉറ്റവരുടെ മരണം സമ്മാനിക്കുന്ന വേദന മറികടക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉറ്റവരുടെ മരണം മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിലൊന്നാണ്. അതിനെ മുറുകെ പിടിച്ച് സഹിക്കണമോ മറന്നു മാറി നിൽക്കണമോ എന്ന ആശയക്കുഴപ്പം പലർക്കും ഉണ്ടാകും. യാഥാർത്ഥ്യം എന്തെന്നാൽ അതിൻ്റെ വേദന പൂർണ്ണമായും ഒരിക്കലും ഇല്ലാതാകില്ല. പക്ഷേ നമ്മൾ അതിനെ മറികടന്ന് ജീവിക്കാൻ അറിയുന്ന രീതിയിൽ മാറിയേ പറ്റൂ. ചില വഴികൾ എന്തൊക്കെ എന്ന് നോക്കാം. വേദന നാം അംഗീകരിക്കുക. എനിക്ക് വേദനയുണ്ട് എന്ന് സമ്മതിക്കുന്നത് തന്നെ ആദ്യം ചെയ്യണം. കരയുന്നത്, ഓർത്തിരിക്കുന്നത്, വേദന പങ്കിടുന്നത് ഇതെല്ലാം സ്വാഭാവികമാണ്. ഓർമ്മകളെ ശത്രുവായി കാണാതെ കൂട്ടായ്മയായി കാണുക. നഷ്ടപ്പെട്ടവരുടെ നല്ല ഓർമ്മകൾ സൂക്ഷിക്കുക. അവരുടെ ജീവിതം നമ്മിൽ വിതച്ച മൂല്യങ്ങൾ, സ്നേഹം, പഠനങ്ങൾ ഇവയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തുടരുക. കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിക്കുക. അവരുടെ ഓർമ്മകൾ തുറന്നു പറയുക. കഥകൾ പങ്കുവെക്കുക. മനസ്സിനുള്ള ഭാരം പങ്കിടുമ്പോൾ വേദന കുറയുന്നു. ആദ്യകാല വേദന കുത്തിയൊലിക്കുന്നത് പോലെ ആയിരിക്കും. സമയം കടന്നു പോകുമ്പോൾ വേദന ഓർമ്മകളുടെ മൃദുലമായ സ്പർശമായി മാറും. പുതിയ അർത്ഥങ്ങൾ തേടുക. നഷ്ടത്തെ ജീവിതപാഠമായി കാണുക. അവർ പോയെങ്കിലും അവരുടെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നു എന്ന ബോധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുക. അവരുടെ പേരിൽ നല്ല പ്രവൃത്തികൾ, ദാനധർമ്മം മുതലായവ ചെയ്യുക. അത് അവരുടെ ഓർമ്മയെ വീണ്ടും ജീവിപ്പിക്കും. പലർക്കും വിശ്വാസം ആശ്വാസം നൽകുന്നു. ആത്മാവ് നിലനിൽക്കുന്നു, ഒരിടത്ത് വീണ്ടും കണ്ടുമുട്ടാം എന്നൊക്കെയുള്ള ചിന്തകൾ. പ്രാർത്ഥന, ധ്യാനം, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക മനസ്സിനെ ശാന്തമാക്കുന്നു. വേദന വളരെ ദൈർഘ്യമേറിയതും സാധാരണ ജീവിതം പോലും ബാധിക്കുന്നതും ആയി തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഒരു കൗൺസിലിങ്ങിന് പോകണം. കൗൺസിലിംഗ് നിങ്ങൾക്ക് സഹായകരമായി വരും. ഉറ്റവരുടെ നഷ്ടവേദന മറന്നു കളയാനാവില്ല. പക്ഷേ അത് ഒപ്പം ജീവിക്കാൻ നാം പഠിക്കണം. അവർ നമ്മെ സ്നേഹിച്ചുവെന്ന സത്യം നമ്മിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണെന്ന സത്യവും നാം അറിയുകയും അത് നമുക്ക് വലിയ ആശ്വാസം പകരുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കുക. ജനനം പോലെ മരണം സ്വാഭാവികമാണ്. മരണമാണ് ജീവിതത്തെ വിലപ്പെട്ടതാക്കുന്നത് എന്ന ബോധ്യം നേടുക. അവർ പോയത് പ്രകൃതിയുടെ നിയമമാണ്. എൻ്റെ ജീവിതം തുടരുന്നത് അതേ നിയമത്തിൻ്റെ ഭാഗവുമാണ്. നമ്മെ സ്നേഹിക്കുന്നവർ ഇപ്പോഴേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂടെ ബന്ധം ശക്തിപ്പെടുത്തുക. അത് മനസ്സിനെ പതുക്കെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സഹായിക്കും. മനസ്സിനെ കൊണ്ട് മരണത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആദ്യം സമ്മതിപ്പിക്കുക. പിന്നെ സംഭാഷണം, തുടർന്ന് വേദനയെ അർത്ഥത്തിലേക്ക് മാറ്റാൻ സാധിക്കുക. ഇവയൊക്കെയാണ് നമ്മുടെ വഴികൾ. സമയം കൂടുമ്പോൾ മനസ്സിന് വേദനയെ ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.